നീ പോയിക്കോ. ഞാൻ തന്നെ ബെൻ നരേന്ദ്രൻ. ഇന്നത്തോടെ എന്റെ പരോട് തീരുക. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. സമൂഹത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളുമാണല്ലോ. നിയമത്തിന്റെ മുമ്പിൽ നിങ്ങൾ എന്നും സത്യസന്ധന്മാർ. നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് തെളിവുകളില്ല, സാക്ഷികളില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്ന ജനു, മുഖംമൂടിയില്ലാത്ത പത്രപ്രവർത്തകൻ ജോൺ സക്കറിയ, നിഷ്കളങ്കയായ ഗീത, 3 പേരെയും നിങ്ങൾ കൊന്നു. അതിനുള്ള ശിക്ഷ 3 വീതിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. ജഡ്ജ് ഞാൻ തന്നെ. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, ബെൻ നരേന്ദ്രൻ. എന്റെ കോടതി, എന്റെ നിയമം. വക്കീലന്മാരും വാദങ്ങളും അപ്പീലും ഈ കോടതിയിലില്ല. ശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരും ഞാൻ തന്നെ. നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ അവരോട് പറയണം. കൃത്യസമയത്ത് പുള്ളി എത്തിച്ചേരായിരിക്കും അല്ലേ? നമസ്കാരം. വന്നട്ടെ. എന്താ ഇത്ര ലേറ്റ് ആയത്? നരേന്ദ്രൻ വന്നു? ഇല്ല, ഞാൻ ഈ നേരം വരെ കാത്തു നിന്നു. ബെൻ എവിടെ വക്കീലേ? ഇപ്പൊ വരും. അത്യാവശ്യമായ എന്തോ കാര്യത്തിന് പോയത്. കുഴയ്ക്കോ? ഇല്ലെന്നേ, പരിപാടി തുടങ്ങുമ്പോഴേക്കും പുള്ളിയും എത്തും. നമസ്കാരം. പറഞ്ഞ സാർ. സുഹൃത്തുക്കളെ, പരിപാടികൾ ആരംഭിക്കാറായി.
നമ്പ്യാരെ ആയിരിക്കും അന്വേഷിക്കുന്നത് അല്ലേ? അയാൾ കുറച്ചു മുമ്പ് മരിച്ചുപോയി. കൊന്നത് ഞാൻ തന്നെ. അറിയപ്പെടാതെ പോയ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നിച്ചാണല്ലോ ചെയ്തിരുന്നത്. അതുകൊണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചേ തീരൂ. മന്ത്രിയുടെ ബന്ധുവായാലും പോലീസ് സൂപ്രണ്ടിന്റെ മകനായാലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. സാഹിത്യകാരന്മാർ സമൂഹത്തിന്റെ രക്ഷകരാണ്. അവർ സമൂഹത്തിലെ തിന്മകളെക്കുറിച്ച് എഴുതിയാൽ മാത്രം പോരാ, തിന്മകൾക്കെതിരായി ശക്തമായി പോരാടുകയും വേണം. പണവും സ്വാധീനവും ഉപയോഗിച്ച് പാവങ്ങളെ കൂടുതൽ പാവങ്ങളാക്കുകയും അവരുടെ ശവക്കൂനകൾക്ക് മുകളിൽ ദന്തഗോപുരങ്ങൾ പണിയുകയും ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഇവിടത്തെ എഴുത്തുകാരന് കഴിയണം. ശരണാലയം എന്ന നോവലിൽ ഗ്രന്ഥകർത്താവായ ശ്രീ ബെൻ ശവപ്പറമ്പിൽ പോലും വ്യഭിചരിക്കപ്പെടുന്ന ശപിക്കപ്പെട്ട സ്ത്രീജന്മത്തെ വരച്ചു കാട്ടിയിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അസുജന്മങ്ങളെ ഉന്മൂലനാശം ചെയ്യാൻ സ്വാർത്ഥതയില്ലാത്ത സാഹിത്യകാരന്മാർക്ക് കഴിയൂ. അടുത്തതായി അവാർഡ് വിതരണം. ശ്രീ ബെൻ നരേന്ദ്രൻ ഇതുവരെ എത്തിച്ചേരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അഡ്വക്കേറ്റ് PS നെന്മാറയെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബെൻ വന്നു. Behind every fortune, there is a crime. ഓരോ വിജയത്തിന്റെ പിന്നിലും നിയമത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു കുറ്റമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വിജയിച്ച ദിവസമാണ്. മനസാക്ഷിയുടെ അംഗീകാരം കിട്ടിയ ആദ്യ ദിവസം. 3 സാമൂഹ്യ ദ്രോഹികളെ ഞാൻ കൊന്നു.
കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചെയ്ത കൊലപാതകം. എന്റെ സ്നേഹിതൻ ജനു കൊല്ലപ്പെട്ടു. കള്ളപ്പണത്തിന്റെ സ്വാധീനം അതൊരു ആത്മഹത്യയാക്കി മാറ്റി. വിലയ്ക്ക് വാങ്ങിയ നിയമത്തിന്റെ കറുത്ത കോട്ടുകൾ മറയാക്കി കൂലിക്കെടുത്ത സാക്ഷികളെ കോടതി മുമ്പാകെ നിരത്തി ഭഗവത്ഗീതയും ബൈബിളും വിശുദ്ധ ഖുറാനും സാക്ഷി നിർത്തി അവർ സത്യത്തെ കശാപ്പ് ചെയ്തു. സമൂഹത്തിൽ പാവക്കൂത്ത് നടത്തുന്ന ആ കാപാലികന്മാരെ പേടിച്ച് സ്വന്തം ശരീരം പോലും ആ ദ്രോഹികൾക്ക് വിൽക്കേണ്ടി വന്ന പാവപ്പെട്ട എന്റെ അനുജത്തി ഗീതയും ഇന്നലെ കൊല്ലപ്പെട്ടു. നിയമത്തിന്റെ കണ്ണിൽ അതും ഒരു അപകടമരണം. ആ ശവന്തീനി പട്ടികൾക്ക് മരണശിക്ഷ വിധിച്ച് എന്റെ കോടതിയിൽ ഞാൻ ജഡ്ജിയായി. ജസ്റ്റിസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. പോകാൻ സമയമായി. എന്റെ പുസ്തകത്തെയും എന്നെയും സ്നേഹിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും എന്നെ പരോളിലിറക്കി ബുദ്ധിമുട്ടേണ്ടി വരും. പരോളിലിറങ്ങി ഒരു കൊലപ്പുള്ളി കൊലപാതകം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാം. പാഴായി പോകുമായിരുന്ന ഒരു ജന്മമാണ് എൻ്റേത്. ഇന്ന് അതിനൊരു അർത്ഥമുണ്ടായി. തനിക്ക് തരാൻ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. താങ്ക്സ് ഫോർ എവരിതിങ്.